ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടയിൽ ഇയാൾ വളരെ ലാഘവത്തോടെ പുലമ്പിയത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ഈ ചർച്ചയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ജയിൽ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സഹായം കൊണ്ടുമാണെന്ന് സ്ഥാപിക്കാനാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. കൊച്ചു പോരായ്മകൾ, തീർച്ചയായിട്ടും ചില യാദൃച്ഛിക സംഭവങ്ങൾ, അതിനെ പർവ്വതീകരിച്ച് അതിലെ ഉള്ളടക്കത്തെ ആകെ വിശദീകരിച്ച് അത് വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുക. ഇപ്പോൾ കോട്ടയത്തെ ആശുപത്രിയുടെ കെട്ടിടം, ഒരു പഴയ കെട്ടിടം മറിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികളാകെ തന്നെ വെന്റിലേറ്ററാണ് സ്ഥാപിക്കാൻ അതെങ്ങനെ ഉപയോഗിച്ചു നമ്മൾ കണ്ടതാണ്. ഇലക്ട്രിസിറ്റി തട്ടി ഒരു കുട്ടി മരിച്ചപ്പോൾ അതിനുപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പാകെ തകരാറാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചതെന്നുള്ളത് കേരളം കണ്ടതാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ നിങ്ങൾക്ക് ജീവന്റെ മേലെയാണ് പ്രശ്നമെങ്കിൽ അത് ചർച്ചയാവേണ്ടതാണ്. നിങ്ങൾക്ക് ചർച്ചയാവില്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ പർവ്വതീകരിച്ച് അത് ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് നിർഭാഗ്യവശാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമായി നടക്കുന്ന കൊച്ചു സംഭവങ്ങൾ എന്ന് പറയല്ലേ മാഷെ? കൊച്ചു സംഭവങ്ങൾ എന്ന് പറയല്ലേ? ഞാൻ നിങ്ങളോട് ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ് ഒരു പാവം വീട്ടമ്മ മരിക്കുന്നത് കൊച്ചു സംഭവം അല്ല. ഒരു പാവം 13-8 ക്ലാസ്സുകാരൻ സിസ്റ്റം അനാസ്ഥയിൽ കയറി മരിച്ചു പോകുന്ന കൊച്ചു സംഭവം അങ്ങനെ പറയല്ലേ മാഷെ? തെറ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ആ കെട്ടിടം തകർന്നു മരിച്ചത് തന്റെ ഭാര്യയായിരുന്നുവെങ്കിലോ, സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത് തന്റെ മകനായിരുന്നുവെങ്കിലോ, അപ്പോഴും താൻ അതിനെയൊക്കെ കൊച്ചു സംഭവങ്ങളെന്ന് വിശേഷിപ്പിക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.